നാരായണ നാരായണ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നവതരാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവീ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രിയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൾഗണേഭ്യ. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ. ഹരേ രാം രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്ര പ്രഭുവിന് നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും ഉപ്പുകൈ. വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ 362 ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡത്തിലെ അവസാനത്തെ സർഗം 67-ാം സർഗമാണ് ഇന്ന് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സർഗത്തോടുകൂടി കിഷ്കിന്ധാകാന്ഡം സമാപിക്കുകയാണ്. ഇനി സുന്ദരകാന്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ഹനുമാന്റെ ചരിത്രങ്ങളൊക്കെ വർണ്ണിക്കുന്ന സുന്ദരകാന്ഡം. ഹനുമാനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു ജാമ്പവാനൊക്കെ. എന്താണ് ഹനുമാൻ അങ്ങ് മിണ്ടാതിരിക്കുന്നത്? എല്ലാ വാനരന്മാരും അവനവൻ്റെ ശക്തിയെപ്പറ്റി അവനവൻ്റെ ശക്തി പ്രകടിപ്പിച്ചല്ലോ, എത്ര ദൂരം ചാടാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അങ്ങ് മാത്രം എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഹനുമാനോട്. ഹനുമാനാണെങ്കിൽ ഒരു മൂലയിലെല്ലാം കേട്ടുകൊണ്ട്, അങ്കദം പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ ഹനുമാനെ ജാമ്പവാൻ സമീപിച്ചപ്പോൾ ഹനുമാന് സ്വയം ഒരു തോന്നലുണ്ടായതാണ്. രാമചന്ദ്ര പ്രഭുവിന് വേണ്ടി തീർച്ചയായിട്ടും എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കി സ്വയം തൻ്റെ ശക്തിയെപ്പറ്റി ബോധവാനായി ഹനുമാൻ. ഉടനെ തന്നെ ചടകുടഞ്ഞെഴുന്നേറ്റു എന്ന് പറയുകയാണ്. മാനസികമായിട്ട് ഉന്മേഷം വന്നു ഹനുമാന്. തൻ്റെ കഴിവിനെ പറ്റിയിട്ടുള്ള ബോധവാനായി. തനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നലുണ്ടായി ഹനുമാന്. എത്ര ദൂരം വേണമെങ്കിലും തനിക്ക് സഞ്ചരിക്കാൻ സാധിക്കും, സൂര്യൻ്റെ അടുത്തേക്ക് വേണമെങ്കിൽ ഞാൻ പോകാം എന്നുള്ള ഭാവത്തിലൊക്കെയുള്ള ആത്മവിശ്വാസമുണ്ടായി ഹനുമാന്. അങ്ങനെ സ്വന്തം ശക്തിയെ തിരിച്ചറിഞ്ഞ ഹനുമാൻ സമുദ്രലംഘനത്തിനായിട്ട് തയ്യാറായി എന്ന് പറയുകയാണ്. എന്നാൽ എവിടുന്നാണ് ലങ്കയിലേക്ക് ചാടേണ്ടതെന്ന് ഹനുമാന് സംശയം. കാരണം തൻ്റെ ചാട്ടത്തിൻ്റെ ശക്തി കൊണ്ട് ഭൂമിക്ക് അപകടം സംഭവിക്കരുതല്ലോ. അപ്പോൾ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മഹേന്ദ്ര ശിഖരത്തിൻ്റെ മുകളിലേക്ക് പോയി ഹനുമാൻ. അവിടെ നിന്നാണ് അത്ര ലങ്കയിലേക്ക് ചാടിയത്. കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ അവസാന അധ്യായത്തിൽ ഹനുമാൻ്റെ ആ മാനസികമായിട്ടുള്ള ഉത്തേജനം, തനിക്ക് സാധിക്കും, തനിക്ക് കഴിയും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം നമുക്ക് കാണാം. ആ വാക്കുകളെല്ലാം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 67-ാം സർഗം പാരായണം ചെയ്തതിന് ശേഷം ഇതിലെ കഥാഭാഗങ്ങൾ നമുക്ക് ചുരുക്കി വർണ്ണിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ വാൽമീകി രാമായണേ കിഷ്കിന്ധാകാണ്ഡേ സപ്തഷഷ്ടിതമഃ സർഗഃ. സംസൂയമാനോ ഹനുമാൻ വ്യവർത്ഥത മഹാബലാം സമാവിധ്യ ചരാങ്കൂലം ഹർഷാച്ച പരമേയിവാൻ. തസ്യ സംസൂയമാനസ്യ വൃദ്ധൈർവാനരപുങ്കവൈഃ തേജസാ പൂര്യമാണസ്യ വ്യോമാസീദനുത്തമം.
യഥാ വിജൃംഭതേ സിംഹോ വിവൃദ്ധോ ഗിരിഗഹ്വരേ മാരുതസ്യ ഉരുസപുത്രस्तथा सम्प्रति जृम्भते तं दृष्ट्वा जृम्भमाणं ते क्रमिदं शतयोजनं वीर्येणापूर्यमाणं च सहसा वानरोत्तमाः सहसा शोकमुत्सृज्य प्रहर्षेण समन्विताः विनेदुस्तुष्टुश्चापि हनुमन्तं महाबलं प्रहृष्टा विस्मिताश्चैव वीक्षन्ते स्म समन्तता त्रिविक्रमकृतोत्साहं नारायणमिव प्रजा अशोभतमुखं तस्य जृम्भमाणस्य धीमता अम्बरीषमिवादीप्तं विधूम इव पावका हरीणाम् उत्थितो मध्यात् सम्प्रहृष्टतनूरुः अभिवाद्य हरीन् वृद्धान् हनुमानिदमब्रवीत् आरुजन् पर्वताग्राणि हुताशनसखोनिल बलवानप्रमेयश्च वायुराकाशगोचरा तस्याहं शीघ्रगस्य महात्मना मारुतस्य उरसपुत्र प्लवने नास्ति मत्समा उत्सहेयं हि विस्तीर्णम् आलिखन्दमिवाम्बरं मेरुं गिरिमसङ्गेन परिगन्तं सहस्रशा बाहुवेगप्रणोन्नेन सागरेणाहमुत्सहे समाप्लावयिदं लोकं सपर्वता नदीह्रदं ममोरुजङ्घावेगेन भविष्यति समुच्छ्रितमहाग्राः समुद्रो वरुणालया पन्नगाश्रमाकाशे पतन्तं पक्षिसेविते वैनदेयमहं शक्ता परिगन्तं सहस्रशा उदयाल्प्रस्थितं वापि ज्वलन्तं रश्मिमालिनम् अनस्तमिदमादित्यमभिगन्तं समुत्सहे ततो भूमिमसंस्पृश्य पुनरागन्तुमुत्सहे प्लवेगेनैव महता भीमेन प्लवगर्षभाहम् उत्सहेयमतिक्रान्तं सर्वान् आकाशगोचरान् सागरं क्षोभयिष्यामि धारयिष्यामि मेदिनीं पर्वतान् कम्पयिष्यामि प्लवमानप्लवङ्गमाहं हरिष्याम्युर्वेगेन प्लवमानो महार्णवम् लतानां विविधं पुष्पं पादपानां च सर्वशाम् अनुयास्ति मामद्य प्लवमानं विहाय सा भविष्यति हि मे पन्था स्वाते पन्था इवाम्बरे चरन्तं घोरमाकाशमुत्पदिश्यन्तमेव वां द्रक्ष्यन्ति निपतन्तं च सर्वभूतानि वानराः महामेघप्रतीकाशं मां च द्रक्ष्यतवानराः दिवमावृत्य गच्छन्तं ग्रसमानमिवाम्बरं विमिष्यामि जीमूतान् कम्पयिष्यामि पर्वतान् सागरं क्षोभयिष्यामि प्लवमानसमाहितां वैनदेयस्य सा शक्तिर्मम वा मारुतस्य वा हृदये सुपर्णराजानं मारुतं वा महाजवं नदल्भूतं प्रपश्यामि यन्मां प्लुतमनुव्रजेल् निमेषान्तरमात्रेण निरालम्बनमम्बरं सहसा निपतिष्यामि खनाद्विद्युत् इवोत्थिताम् भविष्यति हि मे रूपं प्लवमानस्य सागरे विष्णोर्विक्रममाणस्य पुरात्रीन् विक्रमानि वा उद्याचाहं प्रपश्यामि मनस्येष्टा च मे तथा अहं द्रक्ष्यामि वैदेहीं प्रमोदध्वं प्लवङ्गमां मरुतस्य समो वेगे गरुडस्य समो जवे अयुतं योजनानां तु किमिष्यामीति मे मदी वासवस्य सवज्रस्य ब्रह्मणो वा स्वयंभुवां विक्रम्य सहसा हस्तादमृतं तदिहानये लङ्कां वापि समुत्क्षिप्य गच्छेयमिति मे मदी तमेवं वानरश्रेष्ठं गर्जन्तममितौजसं प्रहृष्टा हरेस्तत्र
സമുദൈക്ഷന്തവിസ്മിതാ തസ്യ തദ്വചനം ശ്രുത്വാ ജ്ഞാതീനാം ശോകനാശനം. ഉവാച പരിസംഹൃഷ്ടോ ജാംബവാൻ ഹരിസത്തമം വീര കേസരിണപുത്ര ഹനുമൻ മാരുതാത്മജ. ജ്ഞാതീനാം വിപുലശോകസ്വയാ താത വിനാശിത തവ കല്യാണരുചയ കവിമുഖ്യ സമാഗത. മംഗളം കാര്യസിദ്ധ്യർത്ഥം കരിഷ്യന്തി സമാഹിത. ഋഷീണാം ച പ്രസാദേന കവിവൃദ്ധമതേന ച. ഗുരൂണാം ച പ്രസാദേന പ്രവസ്വ ത്വം മഹാർണവം. സാസ്യമസ്യൈകപാദേന യാവദാഗമനം തവ. ത്വർഗഗതാനിത സർവേഷാം ജീവിതാനി മനോഗസാം. തതസ്സു ഹരിചാർദൂലസ്ഥാനുവാച വനൗകസാം. നേയം മമ മഹീവേഗം ലംഘനേ ധാരയിഷ്യതി. ഏതാനിഹ നഗസ്യാസ്യ ശിലാ സങ്കടശാലിന. ശിഖരാണി മഹേന്ദ്രസ്യ സ്ഥിരാണി ച മഹാന്തിജ. യേഷു വേഗം കരിഷ്യാമി മഹേന്ദ്രശിഖരേഷ്വഹം. നാനാദ്രുമവികീർണേഷു ധാതു നിഷ്യന്തശോഭിഷു. ഏതാനി മമ നിഷ്പേഷം പാദയോ പ്ലവതാംബരാ. പ്ലവതോ ധാരയിഷ്യന്തി യോജനാനാം ഇതഃ തതസ്സം മാരുതപ്രഖ്യ സഹരിർമാരുതാത്മജ. ആരുരോഹണഗശ്രേഷ്ഠം മഹേന്ദ്രമരിമർദ്ദന. പൃതം നാനാവിധൈർവൃക്ഷൈർമൃഗസേവിതശാദ്വലം. ലതാകുസുമസംബാധം നിത്യപുഷ്പഫലദ്രുമം. സിംഹശാർദൂലചരിതം മത്തമാതംഗസേവിതം. മത്തദ്വിജഗണോത്കൃഷ്ടം സലിലോൽപീഡസങ്കുലം. മഹർഭി ഉച്ഛ്രിതം ശൃംഗൈർമഹേന്ദ്രം സ മഹാബല. വിജചാരം ഹരിശ്രേഷ്ഠോ മഹേന്ദ്ര സമവിക്രമ. പാദാഭ്യാം പീഡിതസ്തേന മഹാശൈലോ മഹാത്മന. സിംഹാഭിഹതോ മഹാൻ മത്ത ഇവ ദ്വിപ. മമോജസല്ലോൽപീഡാൻ വിപ്രകീർണശിലോച്ചയാം. വിത്രസ്തമൃഗമാതംഗ പ്രകമ്പിതമഹാദ്രുമാം. നാഗഗന്ധർവമിഥുനൈ പാനുസം സർഗകർക്കശൈഃ. ഉൽപ്പതൽഭിശ്ച വിഹഗൈർവിദ്യാധരഗണൈരപി. ത്യജ്യമാനമഹാസാനു സംനിലീനമഹോരഗാം. ചലശൃംഗശിലോത്ഖാതസ്തദാഭൂൽ സ മഹാഗിരി. നിശ്വസൽഭി തദാർത്തൈസ്തു ഭുജംഗൈരർത്ഥനിസ്സൃതൈഃ. സപതാക ഇവാഭാതി സ തഥാ ധരണീധരാ. ഋഷ്ഭിസ്ത്രാസ സംഭ്രാന്തൈർത്യജ്യമാനശിലോച്ചയാ. സീതന്മഹതി കാന്താരേ സാർത്ഥഹീന ഇവാധ്വഗ. സ വേഗവാൻ വേഗസമാഹിതാൽപാം ഹരിപ്രവീരപരവീരഹന്ത. മനസ്സമാധായ മഹാനുഭാവോ ജഗാമലങ്കാം മനസാ മനസ്വീ. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകീയാദികാവ്യേ ചതുർവിംശതിസഹസ്രകായാം സംഹിതായാം കിഷ്കിന്ധാകാണ്ഡേ ലംഘനാവഷ്ടംഭോ നാമ സപ്തഷഷ്ടിതമഃ സർഗഃ. സർവത്ര രാമനാമസങ്കീർത്തനം. രാമ 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 രാമ. 67-ാം സർഗം കിഷ്കിന്ധാകാണ്ഡം. കിഷ്കിന്ധാകാണ്ഡത്തിലെ അവസാനത്തെ സർഗം. ഹനുമാൻ ലങ്കയിലേക്ക് ചാടാനായിട്ട് തയ്യാറായി മഹേന്ദ്ര പർവ്വതത്തിൻ്റെ ശിഖരത്തിലേക്ക് കയറുന്ന ഭാഗമൊക്കെ വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ. അങ്ങനെ എന്താണ് ജാംബവാൻ തീരുമാനിച്ചു, തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മാരുതിയെ, ഹനുമാനെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, മാരുതിയെ ഉണർത്തണം. ഇന്നതാണ് തൻ്റെ കർത്തവ്യം എന്നുള്ളൊരു ബോധ്യം മാരുതിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്ഭുത രൂപം പ്രാപിക്കാനായിട്ട് കഴിവുള്ളവനാണ് ഹനുമാൻ. ഹനുമാൻ എല്ലാ വിധത്തിലും ശക്തിയുണ്ടെന്ന് ജാംബവാൻ അറിയാം. അങ്ങനെ 100 യോജന ചാടുവാൻ തക്ക വീര്യമുള്ളവനായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു ജാംബവാന് ഹനുമാനെ. ഹനുമാൻ്റെ ആത്മവിശ്വാസം വളരെയധികം തെളിഞ്ഞു വന്നു എന്ന് പറയുകയാണ്. അതെല്ലാം കണ്ട് എല്ലാവരും കൂട്ടമായിട്ട് ആർത്ത് വിളിച്ചു, ഹനുമാനെ ജയ് വിളിച്ചു. എല്ലാവരും കൂടി
അത്ഭുത ശബ്ദരായിട്ട് എല്ലാവരും വാനരന്മാരൊക്കെ വായുപുത്രനെ സ്തുതിച്ചു. മഹാവിഷ്ണുവിൻ്റെ ത്രിവിക്രമ രൂപത്തെ നാലുപാടിൽ നിന്ന് ദേവകൾ സ്തുതിച്ചതുപോലെ എല്ലാ വാനരപ്പടകളും ദിഗന്ത വിശ്രാന്ത കീർത്തിമാനായിട്ടുള്ള മാരുതിയെ പുകഴ്ത്തി എന്ന് പറയുകയാണ്. മാരുതിയുടെ ശ്രേഷ്ഠമായിട്ടുള്ള കഴിവുകളെല്ലാം അവർ ഉറക്കെ വിളിച്ച് കീർത്തിച്ചു. പ്രഹൃഷ്ടാ വിസ്മിതാശൈവ വീക്ഷന്തേസ്മ സമന്തത ത്രിവിക്രമകൃതോത്സാഹം നാരായണമിവ പ്രജ. ത്രിവിക്രമനെ ദേവന്മാരെല്ലാം സ്തുതിച്ചതുപോലെ, മഹാവിഷ്ണുവിനെ സ്തുതിച്ചതുപോലെ ഇവിടെ വാനരപ്പട എല്ലാം കീർത്തിമാനായിട്ടുള്ള മാരുതിയെ, വായുപുത്രനായിട്ടുള്ള ഹനുമാനെ പുകഴ്ത്തി. അതോടുകൂടി തന്നെ ഹനുമാൻ വളരെയധികം ആത്മവിശ്വാസം നേടിയെടുത്തു. ഭീമരൂപം സ്വീകരിച്ചു. ഹനുമാൻ വാലൊക്കെ വട്ടം ചുറ്റി സന്തോഷത്തോടുകൂടി തൻ്റെ ബലം മുഴുവൻ പുറത്ത് കാണിച്ചുകൊണ്ട് ശരീരമെല്ലാം വികസിപ്പിച്ചു, വലുതാക്കിയെടുത്തു. എല്ലാവരും കണ്ടവരെല്ലാവരും ഹനുമാൻ്റെ രൂപം കണ്ടിട്ട് അത്ഭുത സ്തബ്ധരായി അനുമോദിച്ചു ഹനുമാനെ. ഹനുമാൻ്റെ ആത്മതേജസ് അടിക്കടി വർദ്ധിച്ചു വരുന്നത് ഓരോരുത്തരും കണ്ടു എന്ന് പറയുകയാണ്. എപ്രകാരമാണോ ഒരു ഗുഹയിൽ കിടക്കുന്ന സിംഹം മൂരി നിവർന്ന് എഴുന്നേൽക്കുന്നത്, അതുപോലെ രോമാഞ്ചത്തോടെ ഹനുമാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് എല്ലാവരും വാനരന്മാരൊക്കെ താണു വന്ദിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ ഹനുമാൻ, അല്ലയോ വായുദേവൻ്റെ പുത്രനായിട്ടുള്ള ഹനുമാനെ, അങ്ങക്ക് തീർച്ചയായിട്ടും ആകാശത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. അഗ്നിയുടെ കൂട്ടുകാരനാണല്ലോ, അഗ്നിദേവൻ്റെ സഖാവാണല്ലോ വായുദേവൻ. ആ വായുദേവൻ എപ്രകാരമാണോ പർവ്വതങ്ങളെല്ലാം അടിച്ച് തൻ്റെ ശക്തി കൊണ്ട് തകർക്കുന്നത്, അങ്ങനെയുള്ള വായുദേവൻ്റെ പുത്രനായിട്ടുള്ള അങ്ങ് തീർച്ചയായിട്ടും വായുവിന് തുല്യം ചാടുവാൻ കൽപ്പുള്ളവനായിത്തീരും എന്നെല്ലാം പറഞ്ഞപ്പോൾ അത് കേട്ട് മനസ്സിലാക്കി, അത് കേട്ട് ആത്മവിശ്വാസത്തോടുകൂടി ഹനുമാൻ പറയാണ്, തീർച്ചയായിട്ടും വായുദേവൻ്റെ പുത്രനാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ ശക്തിയിൽ അഭിമാനിക്കുന്നു. എനിക്ക് തുല്യം ചാടാൻ കൽപ്പുള്ളവൻ വേറെ ആരും ഈ ലോകത്തിലില്ല. ആകാശത്തോളം മുട്ടി നിൽക്കുന്ന മഹാമേരു പർവ്വതത്തെ 1000 തവണ വേണമെങ്കിൽ ഞാൻ വലം വെച്ചുകൊള്ളാം. അതിനുള്ള ശക്തി എനിക്കുണ്ട്. ഇന്ന് ഞാൻ കയ്യൊക്കുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ, ലോകത്തിലുള്ള എല്ലാ കുന്നും മലയും പുഴയും സമുദ്രവും ഒക്കെ വേണ്ടി വന്നാൽ ഞാൻ മുക്കി ഇല്ലാതാക്കും. എല്ലാത്തിനും ഞാൻ മുക്കും. അത്രയ്ക്ക് ശക്തി എനിക്കുണ്ട് എന്നർത്ഥം. എൻ്റെ കണങ്കാലിൻ്റെയും തുടകളുടെയും ഒക്കുകൊണ്ട് വലിയ വലിയ തിമിംഗലങ്ങളൊക്കെ നിറഞ്ഞ സാഗരം കൊടുങ്കാറ്റ് തട്ടിയതുപോലെ ഉയർന്ന് പൊങ്ങും, തിരമാലകൾ അടിച്ചു പൊങ്ങും എൻ്റെ ശക്തി കൊണ്ട്. 1000 പ്രാവശ്യം ഗരുഡനെ വലം വയ്ക്കാനുള്ള കരുത്ത് എനിക്കുണ്ട് എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. സർപ്പങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന ഗരുഡൻ വാനിൽ പറക്കുന്നതോടൊപ്പം തന്നെ ആ ഗരുഡൻ്റെ ഒപ്പം ഞാനും പറന്നെത്തും. ഒന്നിച്ച് ഗരുഡൻ്റെ കൂടെ ഉദയം മുതൽ പറന്ന് സഞ്ചരിച്ചുകൊണ്ട് അസ്തമനത്തിന് മുമ്പ് സൂര്യനെ പോയി കണ്ട് എതിരേറ്റ് യഥാവിധി അഭിവാദ്യം ചെയ്ത് ഞാൻ ഊക്കിൽ തിരിച്ചു വരും. അതിനുള്ള കഴിവ് എനിക്കുണ്ട് എന്നൊക്കെ പറയാണ്. ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്ന എല്ലാ പറവകളെക്കാളും ശക്തിയോടുകൂടി ഞാൻ മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നെല്ലാം ഹനുമാൻ്റെ ആത്മവിശ്വാസ വാക്കുകളാണ് കുറേ ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത് ഇവിടെ. തതോ ഭൂമിം അസംസ്പൃശ്യ പുനരാഗന്തുമുത്സഹേ പ്ലവകേനൈവ മഹതാ ഭീമേന പ്ലവകർഷഭാം. വേണ്ടി വന്നാൽ ആകാശങ്ങളെ മുഴുവൻ ഞാൻ വറ്റിക്കും, സമുദ്രങ്ങളെ മുഴുവൻ ഞാൻ വറ്റിക്കും, ഭൂമിയെ ഞാൻ പിളർക്കും. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. ഒരു ചാട്ടം കൊണ്ട് തന്നെ ഞാൻ ഈ മലകളെയൊക്കെ പൊടിച്ച് തരിപ്പണമാക്കും. കാലുകളുടെ ഉക്കുകൊണ്ട് സമുദ്രജലം ഞാൻ കൊണ്ടുപോകും. വള്ളികളാൽ ചുറ്റപ്പെട്ട മരങ്ങൾ കൂടി ചാടുന്ന സമയത്ത് എന്നെ അനുഗമിച്ച് ആകാശത്ത് കൂടെ സഞ്ചാരം ചെയ്യും. വൻമരങ്ങൾ കൂടി എൻ്റെ കൂടെ ആകാശത്തിൽ കൂടെ പറന്നു വരും എന്ന് പറയുകയാണ്. അത്ര ശക്തിയുണ്ട് എനിക്ക്. ഭവിഷ്യതി മേ പന്ഥാ സ്വാദയ പന്ഥാ വാംബരേ
ചരന്തം ഘോരമാകാശം ഉൽപ്പതിഷ്യന്തമേവ വാ. ആകാശത്തിൽ കൂടി ചോദ്യനക്ഷത്രത്തിൻ്റെ മാർഗം ഏതാണോ അതുപോലെയാകും എനിക്ക് ആകാശത്തിലുള്ള എൻ്റെ വഴി. ഘോരസഞ്ചാരികളായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും എൻ്റെ ഒന്നിച്ച് പറന്നെത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വലിയ കാറ് പോലെ ആകാശം മുഴുവൻ വിഴുങ്ങിയതുപോലെ പോകുന്ന എന്നെ നിങ്ങളൊന്ന് കാണും. എൻ്റെ ശക്തി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്നെല്ലാം അഭിമാനപൂർവ്വം പറയുകയാണ് ഹനുമാൻ. ദ്രക്ഷന്തി നിപതന്തം ച സർവഭൂതാനി വാനരാം മഹാമേഘപ്രതീകാശം മാം ച ദ്രക്ഷ്യത വാനരാം. വലിയ കൊടുങ്കാറ്റുകളെ കാറ് പോലെ ആകാശം മുഴുവൻ വിഴുങ്ങിയ പോലെ പോകുന്ന എന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആകാശത്തിലുള്ള കാറുകളെല്ലാം ഞാൻ ഊതി പറപ്പിക്കുന്നത് കാണാം. മാമലകളെയൊക്കെ, വലിയ മലകളെയൊക്കെ ഞാൻ കുലുക്കി ഇല്ലാതാക്കുന്നത് കാണാം. സാഗരത്തെ ഞാൻ കുലുക്കും. തെറ്റുപറ്റാതെ ചാടുന്ന എൻ്റെ ശക്തി സാക്ഷാൽ ഗരുഡൻ്റെയും വായുവിൻ്റെയുമാണ്. രണ്ടുപേരുടെയും ശക്തി മുഴുവൻ എനിക്ക് കൈവന്നിരിക്കുന്നു. എൻ്റെ അച്ഛനായിട്ടുള്ള വായുദേവൻ്റെ ശക്തിയും അതുപോലെ തന്നെ സാക്ഷാൽ ഗരുഡൻ്റെ ശക്തിയും എനിക്ക് കിട്ടിയിരിക്കുന്നു. എനിക്ക് തുല്യമായിട്ട് പക്ഷീന്ദ്രനായിട്ടുള്ള ഗരുഡനും വായുവുമല്ലാതെ വേറെ ആരും എൻ്റെ ശക്തിയോട് ഒത്തു നിൽക്കാൻ കിടപിടിക്കുവാൻ പോരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. കാർമേഘത്തിൽ നിന്ന് ഇടിമിന്നൽ എന്ന പോലെ ഒരു ക്ഷണം കൊണ്ട് ഞാൻ ആകാശമാർഗത്തിൽ പറന്നെത്തുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളെൻ്റെ ശക്തിയിൽ അത്ഭുതപ്പെട്ടു പോകും, എൻ്റെ കഴിവിൽ. നിമേഷാന്തരമാത്രേണ നിരാലംബനമമ്പരം സഹസാ നിപതിഷ്യാമി ഘനാ വിദ്യുതിവോത്ഥിത എന്നെല്ലാം വളരെ അഭിമാനപൂർവം ഹനുമാൻ സ്വയം സ്വന്തം ശക്തിയെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർമേഘത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ തന്നെ ഞാൻ ആകാശമാർഗത്തിൽ പറന്നെത്തുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു നിമിഷം കൊണ്ട് എനിക്ക് ആകാശത്തിലേക്ക് പറന്നെത്താനൊരു സമയം വേണ്ട. ഒരു നിമിഷം കൊണ്ട് ഞാൻ പറന്നെത്തുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സമുദ്രം ലംഘിക്കുന്ന സമയത്ത് എൻ്റെ ശരീരം സാക്ഷാൽ വൈകുണ്ഠനാഥൻ്റെ വാമനരൂപം പോലെ വളർന്നു വലുതാവുന്നത് നിങ്ങൾക്ക് കാണാം. ഭവിഷ്യതി ഹിമേ രൂപം പ്ലവമാനസ്യ സാഗരേ. സാഗരത്തെ ഞാൻ നീന്തി കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷ്ണോർ വിക്രമമാണസ്യ പുരാ ത്രീൻ വിക്രമാനിവ. വിക്രമനെ പോലെ വൈകുണ്ഠനാഥൻ്റെ വാമന സ്വരൂപം എങ്ങനെയാണ് വളർന്നു വലുതായത്, അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ശരീരവും വളർന്നു വലുതാവുന്നതായിട്ട് കാണാം. ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടെല്ലാം ഇപ്പോൾ കാണുന്നു. എല്ലാം ഞാൻ ആലോചിക്കുകയാണ് എന്തെല്ലാം ആയിത്തീരുമെന്ന്. എൻ്റെ ഹൃദയവിചാരവും അതിനൊത്താണ് വളർന്നു വലുതാവുന്നത്. തീർച്ചയായിട്ടും ഞാൻ സീതാദേവിയെ കാണും. നിങ്ങൾ യാതൊരു വിധത്തിലും ദുഃഖിക്കേണ്ടതില്ല. എൻ്റെ വേഗതയിൽ ഞാൻ പിതാവിന് തുല്യമാണ്. ആകാശസഞ്ചാരത്തിൽ ഞാൻ മഹാവിഷ്ണുവിന് തുല്യനാണ്. വേണ്ടി വന്നാൽ 1000 യോജന ദൂരത്തേക്ക് ചാടാമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. വെറും 100 യോജനയല്ലേ ഈ കടലെടുക്കുള്ളൂ. 1000 യോജന വേണമെങ്കിൽ സഞ്ചരിക്കാൻ കഴിവുണ്ടെന്നാണ് ഹനുമാൻ അവിടെ അഭിപ്രായപ്പെടുന്നത്. വാസവസ്യ വജ്രസ്യ ബ്രഹ്മണോ വാ സ്വയംഭുവാ വിക്രമ്യ സഹസാഹസ്താൻ അമൃതം തദിഹാനയേ. മാരുതസ്യ സമോവേഗേ ഗരുഡസ്യ സമോജവേ. വായുവിൻ്റെ തുല്യം വേഗത്തിൽ ഗരുഡൻ്റെ ശക്തിയിൽ 1000 യോജനാനാം തു 1000 യോജനകളോളം ദൂരം ഗമിഷ്യാമീതി മേ മതി സഞ്ചരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അല്ലയോ ചങ്ങാതിമാരെ, നിങ്ങൾ വേണ്ടി വന്നാൽ വജ്രായുധമെടുത്ത ഇന്ദ്രനെ പോലെ എനിക്ക് വേണമെങ്കിൽ വിധാതാവിൻ്റെ കയ്യിൽ നിന്ന് അമൃതം പോലും തട്ടിക്കൊണ്ടുവരാൻ എനിക്കിപ്പോൾ കഴിവുണ്ട്.
ഒരു നിവൃത്തിയില്ലെങ്കിൽ ഈ ലങ്കാരാജ്യത്തെ പോലും ഞാൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് കാണിച്ചു തരാം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഹനുമാൻ അത്ഭുതമായിട്ടുള്ള സ്നേഹാദരങ്ങളോട് കൂടിയിട്ടുള്ള ആ വൻപടയെ നോക്കി നിന്നുകൊണ്ട് മനം കുളിർത്ത് നിൽക്കുകയാണ്. ഇതെല്ലാം തിരിച്ചും ഹനുമാൻ്റെ അവസ്ഥയും കണ്ടിട്ട് ജാമ്പവാനും മറ്റുള്ളവരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്, ഹല്ലയോ വീര, കേസരിപുത്ര, വായുപുത്ര ഹനുമാനെ, നീ സുഹൃത്തുക്കളുടെ ദുഃഖമെല്ലാം തീർത്തു കഴിഞ്ഞു. ഞങ്ങളുടെ ദുഃഖമെല്ലാം ഇതോടുകൂടി അവസാനിച്ചു. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമായി. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം പറയുകയാണ് വാനരന്മാർ. ജ്ഞാതീനാം വിപുലശോക സ്വയാതാത വിനാശിത തവ കല്യാണ രുചയ കവിമുഖ്യ സമാഗത. എല്ലാവരും അങ്ങയുടെ മംഗളകർമ്മ, അങ്ങയുടെ ജയത്തിന് വേണ്ടി, അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കാര്യസാധ്യത്തിനായിട്ട് ഞങ്ങളെല്ലാവരും മംഗളകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ കാത്തിരിക്കാം. തീർച്ചയായിട്ടും അങ്ങേക്ക് എല്ലാവിധ വിജയവും ഞങ്ങൾ ആശംസിക്കുന്നു. എന്നിട്ട് പറയാണ്, ജാമ്പവാൻ പറയണം, അല്ലയോ മകനെ മാരുതി, കരിഞ്ഞവും മഹർഷിവര്യന്മാരുടെ അനുഗ്രഹം കൊണ്ട്, വയോവൃദ്ധരായിട്ടുള്ള വാനരന്മാരുടെയൊക്കെ അനുഗ്രഹത്താൽ, ആചാര്യന്മാരുടെയൊക്കെ അനുഗ്രഹത്താൽ നിനക്ക് തീർച്ചയായിട്ടും ഈ വൻകടൽ ചാണ്ടി കിടക്കാനായിട്ട് സാധിക്കും. ഏതായാലും നിൻ്റെ ആ വിജയത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിൻ്റെ കയ്യിലാണ് ഞങ്ങളുടെ മുഴുവൻ ജീവനും, ഞങ്ങളുടെ മുഴുവൻ ഭാവി നിലനിൽക്കുന്നത് നിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹനുമാൻ വളരെ വിനയപൂർവ്വം മഹാത്മാവായ ജാമ്പവാനെ വണങ്ങിക്കൊണ്ട് പറയാണ്, നയം മമ മഹീവേഗം ലംഘനേ ധാരയിഷ്യതി ഏതാനീഹ നഗസ്യാസ്യ ശിലാസങ്കടശാലിന. പറയണ, അല്ലയോ ചങ്കാതിമാരെ, ഞാൻ ചാടുന്ന സമയത്ത് അതിൻ്റെ ശക്തി ഉണ്ടല്ലോ, എൻ്റെ ഊക്ക് താങ്ങുവാൻ ഈ സ്ഥലം മതിയാവില്ല. കരിമ്പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ വലിയൊരു ഒരു പർവ്വതം ഇവിടെ ഉണ്ടല്ലോ, മഹേന്ദ്ര പർവ്വതം. ആ പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ ഞാൻ കയറി അവിടുന്ന് ഞാൻ ചാടാനായിട്ട് ശ്രമിക്കാം. അപ്പം ഞാൻ അവിടുന്ന് ഊക്കോടുകൂടി ചാടുന്ന സമയത്തുണ്ടാകുന്ന ശക്തിയെ താങ്ങാനുള്ള കരുത്ത് മഹേന്ദ്രപർവ്വതത്തിനുണ്ടാകും. ശിഖരാണി മഹേന്ദ്രസ്യ സ്ഥിരാണി ച മഹാന്തിജ. മഹേന്ദ്രപർവ്വതത്തിൻ്റെ ശിഖരങ്ങൾക്ക് യേശുവേഗം കരിഷ്യാമി മഹേന്ദ്ര ശിഖരേഷ്വഹം. ഞാൻ അവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ ആ ശക്തിയെ താങ്ങാനുള്ള കഴിവ് ആ അദ്രിശിഖരത്തിനുണ്ടാകും എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാം എന്ന് പറയുകയാണ് ഹനുമാൻ. അനേകവിധ വൃക്ഷങ്ങൾ ഇടതിങ്ങി ധാരാളം ധാതുക്കളോടുകൂടി നിറഞ്ഞു നിൽക്കുന്ന ഈ മഹേന്ദ്രപർവ്വതം എൻ്റെ ശക്തിയെ താങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നല്ല കരുത്തുള്ളവനാണ് മഹേന്ദ്രപർവ്വതം. 100 യോജന ദൂരത്തേക്ക് ചാടണ്ടേ? അപ്പോൾ കാലമർത്തി വെച്ചുകൊണ്ട് ഉറക്കെ ചാടണം. ആ കാലമർത്തി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തി താങ്ങാനായിട്ട് സാധാരണ ഭൂമിയുടെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് സാധിക്കില്ല, മഹേന്ദ്രപർവ്വതത്തിന് സാധിക്കും. അതുകൊണ്ട് ഞാൻ മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയണം. അങ്ങനെ ഹനുമാൻ ഉടനെ തന്നെ മഹേന്ദ്ര പർവ്വതത്തിലെ ശിഖരങ്ങളിലേക്ക് കയറി നാനാതരത്തിലുള്ള പുൽപ്പരപ്പുകളൊക്കെ നിറഞ്ഞ മഹേന്ദ്രപർവ്വതം, നിറയെ പൂത്തു നിൽക്കുന്ന വൃക്ഷങ്ങൾ, ലതകൾ, കാലപുഷ്പിതമായിട്ടുള്ള അരണ്യങ്ങൾ, സിംഹം, പുലി മുതലായിട്ടുള്ള മൃഗങ്ങൾ, ഇതെല്ലാം കളിക്കുന്ന വിഹരിക്കുന്ന ദുർഗമമായ സ്ഥലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ മഹേന്ദ്രപർവ്വതത്തിലേക്ക്, ആ മഹേന്ദ്രപർവ്വതത്തിൻ്റെ ശൃംഗത്തിലേക്ക് മഹാശക്തനായിട്ടുള്ള മാരുതി കയറി എന്ന് പറയുകയാണ്. പെട്ടെന്ന് കയറി ചെല്ലുകയാണ് അവിടേക്ക്. താൻ ഇതാ ലങ്കയിലേക്ക് ചാടാൻ തയ്യാറായിക്കൊണ്ട് മഹേന്ദ്രപർവ്വതത്തിലെ എൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഹനുമാന് ആ മഹേന്ദ്രപർവ്വതത്തിൽ കൂടി നടക്കുമ്പോൾ തന്നെ തൻ്റെ പാദങ്ങളെല്ലാം വളരെ ശക്തിയോടുകൂടി പർവ്വതത്തിൻ്റെ മുകളിൽ ഊന്നിക്കൊണ്ടാണ് അത്ര നടന്നത്. അത് സഹിക്കാൻ നല്ല പ്രയാസമുണ്ടായി മഹേന്ദ്രപർവ്വതത്തിന് എന്ന് പറയാണ്. അമല കുലുങ്ങാൻ തുടങ്ങി.
മദഗജം പോലെ ശബ്ദിച്ചു എന്നൊക്കെ പറയുകയാണ്. നടക്കുമ്പോൾ ഹനുമാൻ നടക്കുന്ന സമയത്തുണ്ടാകുന്ന ശബ്ദം വല്ലാത്ത വലിയ വലിയ ആനകളെല്ലാം മദഗജങ്ങളൊക്കെ സഞ്ചരിക്കുന്ന പോലെയുള്ള ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് പലയിടങ്ങളിൽ നിന്നും വെള്ളച്ചാട്ടമൊക്കെ വന്നു, പാറകളൊക്കെ പൊടിഞ്ഞു എന്നൊക്കെ പറയുന്നു, മാമരങ്ങളൊക്കെ വിറച്ചു, മൃഗങ്ങളും ഗജവീരന്മാരും നടുങ്ങി, അനേകം ഗന്ധർവങ്ങൾ, വിദ്യാധര സമൂഹങ്ങളൊക്കെ, അതുപോലെ പറന്നു പോകുന്ന പക്ഷിവൃന്ദങ്ങളെയൊക്കെ ആ ഹനുമാൻ്റെ മാർഗങ്ങളിൽ ധാരാളമായിട്ട് കാണാനായിട്ട് സാധിച്ചു എന്നൊക്കെ വർണ്ണിക്കുകയാണ്. വിത്രസ്ത മൃഗമാതങ്ക പ്രകമ്പിത മഹാദ്രുമ നാഗഗന്ധർവമിഥുനൈ ഭാനുസംസർഗ കർക്കശൈ ഉൽപ്പതുൽഭിശ്ച വിഹഗൈർ വിദ്യാധരഗണൈരഭി ത്യജ്യമാന മഹാസാനു സംനിലീന മഹോരഥ. വലിയ വലിയ പക്ഷിവൃന്ദങ്ങളൊക്കെ പറന്നു പോകുന്നു, പാമ്പുകളെല്ലാം പേടിച്ചു എന്ന് പറയാണ്. ഈ ഭൂമിയുടെ അടിയിൽ ഗുഹകളിലൊക്കെ കിടക്കുന്ന പാമ്പുകൾ ഹനുമാൻ്റെ കാലിൻ്റെ ഊന്നൽ കാരണം വല്ലാതെ അമങ്ങി എന്ന് പറയണം. അവിടെ ആ ഗുഹകളൊക്കെ അങ്ങനെ അങ്ങോട്ട് അമങ്ങിയപ്പോൾ പാമ്പുകളൊക്കെ പേടിച്ചു, ആകെയൊന്ന് അലങ്കോലപ്പെട്ടു ആ മഹാപർവ്വതം എന്നൊക്കെ പറയാണ്. പത്തി വിടർത്തി ചീറ്റുന്ന നാഗങ്ങൾ മടകളിൽ നിന്ന് പകുതിയും പുറത്തേക്ക് തല കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടാൽ കൊടിക്കൂറകൾ തൂക്കിയിട്ട പോലെയൊക്കെ തോന്നുമെന്ന് പറയാണ്. മുനീശ്വരന്മാർ പേടിച്ചരണ്ടുകൊണ്ട് ഈ മഹേന്ദ്രപർവ്വതത്തിൽ നിന്നും വേറെ അടുത്തുള്ള പർവ്വതത്തിലേക്ക്, അടുത്തുള്ള അരണ്യത്തിലേക്ക് അങ്ങനെ നടന്നു നീങ്ങി മാറി നിന്നു എന്നൊക്കെ പറയണം. മാരുതിയുടെ വരവ് കണ്ടിട്ട് പേടിച്ചുകൊണ്ട്, ആ ശബ്ദം കേട്ട് വിഷമിച്ചുകൊണ്ട്, അങ്ങനെ അതിശീഘ്രതയോട് കൂടിയിട്ടുള്ള ആ മഹാകവീശ്വരൻ്റെ വരവ് വീരന്മാരായിട്ടുള്ള ശത്രുക്കളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് മഹാനുഭാവനായിട്ടുള്ള ശ്രീ ഹനുമാൻ അങ്ങനെ മനസ്സുകൊണ്ട് ലങ്കയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയണം. അപ്പം തന്നെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി സീതാദേവിയുടെ മുന്നിലേക്ക് താൻ എത്തിച്ചേർന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ആ മഹേന്ദ്രപർവ്വതത്തിൽ അങ്ങനെ ഹനുമാൻ എത്തിയത്. വളരെ ആത്മവിശ്വാസത്തോടുള്ള ഹനുമാൻ്റെ ആ വരവും ഇപ്പം തന്നെ ഉടനെ തന്നെ ലങ്കയിലേക്ക് ചാടി ലങ്കയിലേക്ക് എത്തുന്ന ഭാഗമൊക്കെ മനസ്സുകൊണ്ട് കണ്ടുകൊണ്ടാണ് മാരുതി അവിടെ സന്തോഷപൂർവ്വം നിന്നത്. ആ മഹേന്ദ്രപർവ്വതത്തിൽ ഇതാ തയ്യാറായിട്ട് നിൽക്കുന്നു, ഒരു കുതിപ്പ് കൊണ്ടിതാ ലങ്കയിലേക്ക് എത്താനായിട്ട് പോകുന്നു. അങ്ങനെ ഒരു അവസരം നമ്മളെ കാണിച്ചുകൊണ്ടാണ് ഈ കിഷ്കിന്ധാകാന്ഡത്തിലെ അവസാനത്തെ സർഗം സമർപ്പിച്ചത്. അടുത്ത കാണ്ഡത്തിൽ സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ ലങ്കയിലേക്ക് എത്തുന്നതും ലങ്കയിൽ ചെന്നിട്ടുള്ള ഹനുമാൻ്റെ ലീലകളും കേളികളൊക്കെയാണ് നമുക്ക് ഇനി കേൾക്കാനും ഒക്കെ ഉള്ളത്. എല്ലാം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹപൂർവ്വം കാണാൻ നമുക്കതെല്ലാം പാരായണം ചെയ്യാനും കേൾക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡ് മുതൽ സുന്ദരകാന്ഡം പാരായണം ചെയ്ത് നമുക്ക് ആനന്ദത്തിൽ മുഴുകാനായിട്ട് സാധിക്കട്ടെ, ശ്രീരാമചന്ദ്ര ചരിത്രം കേൾക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ.